ഹായ് കൂട്ടുകാരേ, ഇന്നത്തെ നമ്മുടെ വിഭവം അവിയലാണ് കേട്ടാ. അവിയൽ ഇഷ്ടമില്ലാത്തവരാരെങ്കിലും ഉണ്ടാവില്ല അല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവിയൽ. അപ്പോൾ നമ്മുടെ എല്ലാവരും ഇഷ്ട വിഭവമായ അവിയലിനെ എങ്ങനെ വെക്കണമെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പോൾ എല്ലാവരും വായോ. അപ്പോൾ അതിലേക്ക് ആവശ്യമായ കഷ്ണങ്ങൾ ഒരു ഇതോടയാത്ത കഷ്ണങ്ങളാണ് നമ്മൾ അവിയലിലേക്ക് എടുക്കുക അല്ലേ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചേന, കായ, പിന്നെ കുമ്പളങ്ങ, പിന്നെ നമ്മുടെ മുരിങ്ങക്കായ, ബീൻസ്, പയറ്, മത്തങ്ങ, ഇങ്ങനെയുള്ള ഒരുവിധം കഷ്ണങ്ങളൊക്കെ ഞാൻ അത്യാവശ്യം എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ അവിയലിലേക്ക്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇട്ടു. കുറച്ച് മുളക് പൊടിയും ഒരു ലേശം മഞ്ഞൾപ്പൊടിയും പിന്നെ പാകത്തിന് ഉപ്പും വെളിച്ചെണ്ണയും ഒരു ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലോണം ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഇളക്കി മറിച്ച് നമ്മൾ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമ്മളത് മൂടി വയ്ക്കുന്നു കേട്ടോ. ഇതിൽ ഞാൻ ബീൻസ്, പയറ്, പിന്നെ മുരിങ്ങക്കായ ഈ വക ഐറ്റംസ് ഒന്നും ഞാൻ ആദ്യം ഇട്ടിട്ടില്ല കേട്ടോ. മറ്റുള്ള കഷ്ണങ്ങളാണ് ഞാൻ ആദ്യം ഇട്ടത്. ആദ്യം ആ കഷ്ണങ്ങളൊന്ന് ഒരു പകുതി വേവായപ്പോഴാണ് ഞാൻ നമ്മുടെ പയറ്, മുരിങ്ങക്കായ ഈ വക ഇതൊക്കെ ഇട്ടിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇവിടെ ഞാൻ തൈരാണ് ഇത് പുളിക്ക് വേണ്ടി എടുത്തിട്ടുള്ളത്. തൈരില്ല, നിങ്ങളുടെ കയ്യിൽ മാങ്ങയാണ് ഉള്ളതെങ്കിൽ മാങ്ങ ആയാലും നിങ്ങൾക്ക് വെക്കാം. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങൾ അവിടെ കിടന്ന് വേവട്ടെ, നമുക്ക് അരപ്പ് തയ്യാറാക്കാം കേട്ടോ. അതിനായിട്ട് ഇത്തിരി അധികം നാളികേരം എടുത്തോളാം. ഞാൻ ഇത്തിരി അധികം നാളികേരം എടുത്തിട്ടുണ്ട്. പിന്നെ ആ നാളികേരത്തിലേക്ക് നല്ല നാടൻ മുളക് കൊടുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ സാധാരണ പച്ചമുളക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് പിന്നെ വേണ്ടത് കുറച്ചധികം വെളുത്തുള്ളി അല്ല ചുവന്നുള്ളി. വെളുത്തുള്ളി ഞാൻ ഇട്ടിട്ടില്ല. കുറച്ചധികം ചുവന്നുള്ളി, കുറച്ച് ജീരകവും മാത്രമാണ് ഇട്ടിട്ട് നമ്മളിത് ഒതുക്കിയെടുക്കണം കേട്ടോ. അരക്കരുത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. പിന്നെയും ഞാൻ പറയണത് ആവശ്യമില്ല. അപ്പോൾ അന്ന് ഒതുക്കിയെടുത്തിട്ട് നമ്മളത് മാറ്റി വയ്ക്കണം കേട്ടോ. പിന്നെ നമ്മൾ ലാസ്റ്റ് ആയപ്പോൾ എന്തിട്ടേ നമ്മുടെ മറ്റുള്ള കഷ്ണങ്ങൾ ഞാൻ പറഞ്ഞല്ലോ വേവിക്കാൻ എളുപ്പമുള്ള കഷ്ണങ്ങൾ വേവാനായിട്ട് അതൊക്കെ ഇട്ട് വേവിച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ അരപ്പിനെ എടുത്തിട്ട് നമ്മൾ നമ്മുടെ കറിയിലേക്ക് അങ്ങോട്ട് ഇട്ട് ഒന്ന് ആവി കൊള്ളിക്കുക. അരപ്പിനെ നാളികേരത്തിനെ ഒന്ന് ആവി കൊള്ളിച്ചതിന് ശേഷം അധികം വേവിക്കൊന്നും വേണ്ട. ഒന്ന് ഇളക്കി നാളികേരം ഒന്ന് അതിലേക്കൊന്ന് പിടിക്കാൻ വിധത്തിൽ അതൊന്ന് ഇളക്കിയിട്ടൊന്ന് മൂടി വയ്ക്കുക. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ആ മൂടി തുറന്ന് നമ്മൾ എന്തൊഴിച്ചു കൊടുക്കണത്? തൈര് ഒഴിച്ചു കൊടുക്കണം. തൈര് ഒഴിച്ചു കൊടുത്ത് പിന്നെ കുറച്ച് നമ്മുടെ വേപ്പില ഇത്തിരി അധികം കേട്ടോ. അതിൻ്റെ മണം നല്ല ടേസ്റ്റിന് നമ്മുടെ അവിയലിന്. ആ വേപ്പില ഇട്ടു. ലാസ്റ്റ് നല്ല പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ഇളക്കി റെഡിയാക്കി മൂടി വയ്ക്കുക. തീയൊക്കെ ഓഫാക്കിക്കൊള്ളണം കേട്ടോ. അപ്പോഴേക്കും മൂടി വയ്ക്കുക. നമ്മുടെ സൂപ്പർ അവിയൽ റെഡി കേട്ടോ. അപ്പോൾ ഈ ഓണത്തിന് നിങ്ങൾ അവിയലിനെ തള്ളിക്കളയരുതിട്ട കൂട്ടരെ. അപ്പോൾ എന്നെയും എൻ്റെ അവിയലിനെയൊക്കെ ഇഷ്ടമായെങ്കിൽ എല്ലാവരോടും ഞാൻ പറയണു, ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക എന്നും പറയണ പോലെ. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം.